വളരെ ചുരുങ്ങിയ സിനിമകൾ കൊണ്ട് തന്നെ സ്വന്തമായൊരു ഇടം കണ്ടെത്തിയ നടിയാണ് ഗ്രേസ് ആന്റണി. സിനിമാ ലോകത്ത് ഗോഡ്ഫാദർമാരോ ബന്ധങ്ങളോ ഇല്ലാതെയാണ് സാധാരണക്കാരിയായി ഗ്രേസ് കടന്നു വരുന്നത്. കുമ്പളങ്ങി നൈറ്റ്സിലെ പ്രകടനത്തിലൂടെയാണ് ഗ്രേസ് ശ്രദ്ധ നേടിയത്. പിന്നീട് അഭിനയിച്ച സിനിമകളിലെല്ലാം കയ്യടി നേടാൻ ഗ്രേസിന് സാധിച്ചിരുന്നു. ഇപ്പോഴിതാ സിനിമയിലേക്ക് വന്ന തുടക്കകാലത്ത് നേരിട്ട ചില മോശം അനുഭവങ്ങളെക്കുറിച്ച് ഗ്രേസ് തുറന്നു പറയുകയാണ്. മോശം അനുഭവങ്ങളെക്കുറിച്ചും പിന്നീട് അതിൽ വന്ന മാറ്റത്തെക്കുറിച്ചും ഗ്രേസ് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളോടൊരു ട്രീറ്റ്മെൻറ്റ് വേറെയായിരുന്നു, ഇപ്പോൾ നോക്കുമ്പോൾ അത് വേറെയായിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. തുടക്ക സമയമാണല്ലോ. സിനിമയിലേക്ക് വരുന്ന ഒത്തിരി പേർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ആദ്യമൊക്കെ നമുക്ക് വലിയ വിലയൊന്നും തരില്ല, മാറ്റി നിർത്തുമെന്ന്. ഞാൻ പറയുന്നത് കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ടീമിനെ കുറിച്ചല്ല, അതല്ലാതെയുള്ള സിനിമയിലെ കുറച്ചാളുകൾ. എല്ലാവരെയും പറയാൻ പറ്റില്ല. ചില ടെക്നീഷ്യൻസും ചില കൺട്രോളർമാരുമാണ്. ഗ്രേസ് പറയുന്നു, ഭയങ്കരമായി നമ്മളെ മോശക്കാരായി ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്തതിനാൽ ഞാൻ അതിനെ കാര്യമായി എടുക്കുകയോ എൻ്റെ ഈഗോ ഹേർട്ടാവുകയോ ചെയ്തിട്ടില്ല. ഞാൻ തുടക്കക്കാരിയല്ലേ, അതുകൊണ്ടാകാമെന്നായിരുന്നു ഞാൻ അന്ന് ചിന്തിച്ചത്. പക്ഷേ ഇന്ന് ചിന്തിക്കുമ്പോൾ അന്നവർ എന്തിനായിരുന്നു അങ്ങനെ ചെയ്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടെന്നും ഗ്രേസ് പറയുന്നു. അന്ന് മോശമായി പെരുമാറിയവരെ പിന്നീട് കണ്ടിട്ടുണ്ടെന്ന ചോദ്യത്തിനും ഗ്രേസ് മറുപടി പറയുന്നുണ്ട്. ആ സമയത്ത് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി അന്ന് എന്നെ കാര്യമായി മൈൻഡ് ചെയ്തിരുന്നില്ല. എന്താ ചേച്ചി ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ പോലും എന്നെ മൈൻഡ് ചെയ്തിരുന്നില്ല. എന്നോട് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി എന്ന ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയായിരുന്നു. അന്ന് ഞാൻ അത് കാര്യമാക്കി എടുത്തില്ലെന്നാണ് ഗ്രേസ് പറയുന്നത്. പിന്നീട് പ്രൊമോഷൻ വർക്കുകളൊക്കെ വരാൻ തുടങ്ങിയതോടെ അവരെ വീണ്ടും കാണാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ചേച്ചിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുന്നതും ഓർമ്മ ഇവിടേക്ക് വരുന്നതും. പക്ഷേ അവരോട് ചിരിക്കുക എന്നല്ലാതെ വേറൊന്നും എനിക്ക് ചെയ്യാനില്ല. അവരിതുപോലെ ഒരുപാട് പേരെ കാണുന്നതാണ്. അവർക്ക് സാഹചര്യത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ നന്നായി അറിയാം. ചിലപ്പോൾ അന്നങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്നവർക്ക് തോന്നിയിട്ടുണ്ടാകും. പക്ഷേ ഞാനിപ്പോഴും അവരോട് ചിരിച്ചു നിൽക്കുന്നുണ്ടെന്നും താരം പറഞ്ഞു. അതേസമയം വിവേകാനന്ദൻ വൈറലാണ്. ഗ്രേസ് ആന്റണിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ഷൈൻ ടോം ചോക നായകനായ ചിത്രത്തിന്റെ സംവിധാനം കമലായിരുന്നു. സ്വാസിക, മെറീന മൈക്കിൾ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. മലയാളത്തിന് പിന്നാലെ തമിഴിലേക്കും എത്തുകയാണ് ഗ്രേസ്. റാം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് ഗ്രേസ് അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പേരും റിലീസ് തീയതിയുമൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല.